അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ഹർഷ. ഞാൻ മലയാറ്റൂർ സെൻറ് തോമസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് മാർച്ച് 12, 2024 ഞാൻ ഉടമ്പടി വെച്ചത് എനിക്ക് പുറത്തു പോയി നേഴ്സിംഗ് പഠിക്കാനായിരുന്നു. ഞാൻ അങ്ങനെ കുറേ എക്സാം എഴുതുകയും അതൊന്നും സ്കോർ അധികം കിട്ടാത്തത് കൊണ്ട് ഞാൻ UK വെച്ചു. അങ്ങനെ ഞാൻ UK കുറേ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യും. പിന്നെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് റെസ്പോണ്ടും ഉണ്ടാകാറില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഒരു ചാൻസ് ലഭിച്ചു. അങ്ങനെ ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ലാസ്റ്റത്തെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആ യൂണിവേഴ്സിറ്റിയുടെ നിയമം മാറി. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർ ഒരു ഇംഗ്ലീഷ് അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ആ ടെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അത് IELTS പാടായിരുന്നു. അതൊരു ഇംഗ്ലീഷ് അസസ്മെൻറ്റ് ടെസ്റ്റ് ELT എക്സാം ആയിരുന്നു. അങ്ങനെ ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തു. പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഞാനത് ഫെയിലായി. അങ്ങനെ ഞാൻ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്കാർ ഡയറക്റ്റായിട്ട് കോൾ ചെയ്തു. നാളെ നിങ്ങളൊരു ടെസ്റ്റ് ചെയ്യാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു അത് കോൾ മാറി വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം കോൾ വന്നു, നിങ്ങളിപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന്. ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു അരമണിക്കൂർ സമയം വേണം. ഞാനത് ചോദിച്ചത് എൻ്റെ കയ്യിൽ ക്യാമറയുള്ള ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ എൻ്റെ കൂട്ടുകാരിനെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ ആ ലാപ്ടോപ്പ് കൊണ്ടുവന്നു. ഞാൻ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ലാപ്ടോപ്പിൻ്റെ ചാർജും ചെയ്യുന്നു. പിന്നെ വീട്ടിൽ കറണ്ടും പോയി അതേ സമയത്ത് തന്നെ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസം സ്പീക്കിംഗ് ആയിരുന്നു. ഞാൻ ആ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് രാവിലെ പള്ളിയിൽ പോയി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് ഞാൻ വന്ന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാനത് കയറിയപ്പോൾ ഞാൻ കണ്ടത് ഒരു വിശുദ്ധൻ്റെ പേരുള്ള ഒരു സാറായിരുന്നു എന്നെ സ്പീക്കിങ്ങിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത്. ഞാൻ ഇത്രയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വിശുദ്ധൻ്റെ പേരുള്ള ഒരു സാറ് എന്നെ ഇൻ്റർവ്യൂ സാറായി വന്നത്. ഞാൻ ആ ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും ഫെയിലായി. അങ്ങനെ ഞാൻ കുറേ കരഞ്ഞ് മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ അന്ന് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോയി. പിന്നെ ആ ടെസ്റ്റിൻ്റെ സമയത്ത് ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുകയും പിന്നെ ടേബിളിൻ്റെ ചുറ്റും ഞാൻ വിശുദ്ധ ഉപ്പ് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ ആ റിസൾട്ട് വന്നത് ഹർഷ പോൾ ഓൾസോ നോട്ട് ക്ലിയർഡ് ദി എക്സാം എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ സംശയം തോന്നി. ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞു എനിക്ക് ആ ടെസ്റ്റിൻ്റെ സ്കോർ കാർഡ് തരണമെന്ന്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. പിറ്റേ ദിവസം അവർ ഇങ്ങനെ സ്കോർ കാർഡ് ഇങ്ങനെ തന്നു. അതൊരു നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ പാസ്സായത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങാണ് എനിക്ക് ഇത് അങ്ങ് തന്നെ എന്നെ ഇത് സാധിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീണ്ടും കോൾ വന്നു. നിങ്ങളെന്താ ഫീസൊന്നും അടയ്ക്കാത്തേ എന്ന് ചോദിച്ച് കോൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അവർ പറഞ്ഞു നിങ്ങളുടെ പ്രോബ്ലം അതാണോ, ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് കോൾ വെച്ച് അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ ഓഫർ ലെറ്ററും കയ്യിൽ കിട്ടി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. പൈസയൊന്നും എങ്ങൊന്നും എത്തുന്നുണ്ടായില്ല. പിന്നെ ലാസ്റ്റ് സമയത്ത് ആയപ്പോഴേക്കാണ് പൈസ എത്തിയപ്പോൾ ഒരു കുറച്ച് എമൗണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു. അത് ബാങ്ക് സമയം കഴിഞ്ഞപ്പോഴാണ് ആ പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറിയത്. ഞങ്ങൾ പൈസ അടയ്ക്കാനായിട്ട് ബാങ്കിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പൈസ അടയ്ക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി പറഞ്ഞു നിങ്ങൾക്കിനി പോകാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ അടുത്ത ഇൻടേക്കിലോട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ഈ ടെസ്റ്റ് ഈ ഇൻടേക്കിലേക്ക് മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളൂ. നിങ്ങൾ ഇനി അടുത്ത ഇൻടേക്കിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ആ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. വിശുദ്ധ വസ്തുക്കളെല്ലാം എല്ലാ ദിവസവും ഉപയോഗിച്ച് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം കോൾ വന്നു, നിങ്ങൾ എന്നാൽ ഇപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്തോ, ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം ആ പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ കുറേ തടസ്സങ്ങൾ മാറി. ഞങ്ങൾക്ക് മാതാവ് തന്നെ ഞങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. പിന്നെ വിസയ്ക്ക് വെച്ചപ്പോൾ വിസയ്ക്ക് ഞങ്ങൾ വിസ വെച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരാണ്, വി ആർ നോട്ട് അണേബിൾ ടു ടേക്ക് ഡിസിഷൻ എന്ന് പറഞ്ഞ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്തുകൊണ്ട് ഇങ്ങനെ ഡിസിഷൻ ഇങ്ങനെ വന്നു, ഇങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു എന്ന് ഞങ്ങൾ ഏജൻസിനെ വിളിച്ച് ചോദിച്ചപ്പോൾ
1000 പേർക്ക് ഒരാൾക്കായിട്ടാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും എൻ്റെ മമ്മിയും എല്ലാവരും കൂടി മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് കൈവിരിച്ചെന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങളുടെ വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്. അങ്ങനെ എനിക്ക് എല്ലാം മാതാവ് തന്നെ സാധിച്ചു തന്നു. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. പിന്നെ പാവപ്പെട്ടവർക്ക് പറ്റുന്ന ആഴ്ചകളിലെല്ലാം ഞാനും ഞങ്ങളുടെ എല്ലാവരും വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഇവിടുത്തെ പത്രങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങി എൻ്റെ ഇടവകയിലും പൊതുസ്ഥലങ്ങളിലും കൊണ്ടുപോയി ഞാൻ വിതരണം ചെയ്യും. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അതേ മാതാവിനും തിരുക്കുമാനും 1000 നന്ദി. ഇവൾക്ക് വിസ വന്നു. അപ്പം നാളെ വെളുപ്പിന് ഇവൾ പോവാണ് UK-യിലേക്ക്. ഒരുപാട് നന്ദി ദൈവത്തിന്. കാരണം എൻ്റെ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാവരും. അതിൻ്റെ ഫലമായിട്ട് മാതാവ് തന്നതാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹർഷപ്പോൾ എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ മകളുടെ ജീവിതത്തിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെ ഏറെ ക്ലേശിച്ച് പ്രാർത്ഥിച്ച് കണ്ണീരോടെ നേടിയെടുത്ത വലിയ ഒരു അനുഗ്രഹത്തെ ഈ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം ഇപ്പോൾ വായിച്ച ഈ തിരുവചനം 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 ഈ തിരുവചനങ്ങൾ സ്ഥിരമായി മകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന തിരുവചനമാണ്. സാക്ഷ്യകൂടാരത്തിൽ മകൾ ഈ തിരുവചനം പറഞ്ഞതുകൊണ്ടാണ് അച്ഛനിത് ഇവിടെ വായിക്കാമെന്ന് കരുതിയത്. ഈ വചനത്തിൻ്റെ പ്രത്യേകത ആദ്യത്തത് യാബസ് എന്ന പേരിനെക്കുറിച്ചാണ്. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു, അതുകൊണ്ട് അതാണ് യാബസ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ന്. മകൾ ശരിക്കും ഈ വിദേശത്ത് പോകുവാനുള്ള വിസ നേടിയെടുത്തത് ഒത്തിരി വേദനയോടെയാണ്. ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചു. മകൾ എഴുതിയ പരീക്ഷ തോറ്റുവെന്ന് ആദ്യം റിസൾട്ട് വന്നു. മോൾ സ്കോർ കാർഡ് ജപമാല ചൊല്ലി വല്ലാതെ കണ്ണീരോടെ മാതാവിനോട് പരിഭവിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവരുടെ സ്കോർ കാർഡ് ആവശ്യപ്പെടുമ്പോൾ തൊട്ടടുത്ത ദിവസം മകളുടെ ഉന്നത വിജയത്തിൻ്റെ സ്കോർ കാർഡാണ് മകൾക്ക് കൈമാറി കിട്ടുന്നത്. വിസയ്ക്ക് വേണ്ടി ഏറെ തടസ്സമുണ്ടായി. അപ്പോൾ വിസയ്ക്ക് വേണ്ടി തടസ്സത്തിനും മകളിങ്ങനെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പർ ആ പ്രോസസ്സിൽ കൊടുക്കുവാനായിട്ട് വിട്ടുപോയി. അത് സ്പോൺസർഷിപ്പ് ലെറ്റർ ആയിരുന്നു. അത് കൊടുത്ത് തൊട്ടടുത്ത ദിവസം ഓഫർ ലെറ്റർ മകൾക്ക് വരുന്നുണ്ട്. പിന്നീട് പിറകെ മകൾക്ക് വിസയുടെ പ്രോസസ്സ് വേഗത്തിലാവുന്നുണ്ട്. അങ്ങനെ ഈ വിദേശത്തെ പഠനത്തിന് വേണ്ടി പോകുവാനായി തുടങ്ങി ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ സാമ്പത്തികം ക്രമീകരിക്കുന്ന അവസരം വരെ മകൾ ഒത്തിരി വേദനകളോടെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഈ വേദനകളിൽ നിന്ന് മകൾക്ക് ലഭിച്ച ഒരു ജനനമാണ് വിദേശത്തേക്കുള്ള ഈ പഠനത്തിനുള്ള സാഹചര്യം. അത് ഇന്ത്യക്ക് ഇപ്പോഴില്ല, 6 മാസം കാത്തിരിക്കണമെന്ന് പറഞ്ഞിടത്തു നിന്നാണ് നാളെ തന്നെ മകൾക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ ഈ കാര്യം ശരിയാക്കി കൊടുക്കുന്നത്. മകളവിടെ സാക്ഷ്യകൂടാരത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ വചനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു കൊണ്ടിരുന്നത്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഇതെൻ്റെ മനസ്സിൻ്റെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള എൻ്റെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയിൽ എനിക്കെപ്പോഴും തിരികെ എന്നെ സന്തോഷിപ്പിച്ചിരുന്ന വാക്കുകൾ, അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന വചനത്തിൻ്റെ അവസാന വാക്യമാണ്. ഇതെപ്പോഴും എന്നെ വല്ലാതെ മുന്നോട്ട് പോകുവാൻ സഹായിച്ചു. എത്ര വിപത്തിലൂടെ കടന്നുപോയാലും, എത്ര ക്ലേശം സഹിക്കേണ്ടി വന്നാലും, എല്ലാം തടസ്സമായാലും അവസാനം എനിക്കെൻ്റെ അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കുകയും
ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ വിദേശത്തേക്കുള്ള പഠനം സമയം നഷ്ടപ്പെടാതെ വേഗത്തിലാവുകയും ചെയ്യുമെന്നൊരു പ്രത്യാശ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് കൈമാറി കിട്ടിയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര കണ്ട് സഹനകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ മാതാവിൽ ആശ്രയിച്ച് ഉടമ്പടി വിശ്വസ്തതയിലാണ് ജീവിക്കുന്നതെങ്കിൽ അമ്മ മാതാവ് കരം പിടിച്ച് തിരുക്കുമാരനെ കൊണ്ട് നമുക്ക് നമ്മുടെ സഹനങ്ങൾ സന്തോഷമാക്കും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കും, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകും, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറി അനുഗ്രഹമുള്ള സമാധാനമുള്ള സുരക്ഷിതമായ തീരത്തേക്ക് ജീവിതം മുന്നേറുന്നതിന് വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ നന്മകൾക്കും വഴി നടത്തലുകൾക്കും പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുവാൻ കരുത്ത് പകരുന്നതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.